ഇപ്രാവശ്യത്തെ ഓണം എല്ലാവരും നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഓണം കഴിഞ്ഞിട്ടുള്ള ക്ഷീണം ആർക്കൊക്കെ ഉണ്ടായെന്നറിയില്ല. എന്തായാലും ഞങ്ങളുടെ വീട്ടിലും എനിക്കും എല്ലാവർക്കും ചുമയും പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് മാറി വരണേ ഉള്ളൂ. എൻ്റെ ശബ്ദം ഓക്കെ ആയിട്ടില്ല. ഉത്രാടത്തിന് ഞങ്ങളുടെ ഏരിയയിൽ പൂക്കള മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു. അവരവരുടെ വീട്ടിൽ തന്നെയായിരുന്നു. അന്ന് ഞങ്ങൾ അമ്മയുടെ അടുത്താണ് പൂക്കളൊക്കെ ഇടാമെന്ന് വിചാരിച്ചത്. രാവിലെ എല്ലാ സാമഗ്രികളും കൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും കാർ പോർച്ചിൽ തലേന്നത്തെ മഴവെള്ളമായിരുന്നു. വേഗം തന്നെ വീട്ടിലേക്ക് റിട്ടേൺ അടിച്ചു. ഞാൻ പൂവിട്ട് കുറച്ചായപ്പോൾ അനിയത്തിയും കൂടിയിട്ടാണ്. അങ്ങനെ ജഡ്ജസ് വന്ന് കണ്ട് റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ഉണ്ട്. അങ്ങനെ ചെറിയൊരു ഓണസന്തോഷം. ഉത്രാടത്തിന് ഫുഡ് അമ്മയുടെ അടുത്തായിരുന്നു. അമ്മയ്ക്ക് പൂക്കളം കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ നിന്ന് ഫോട്ടോ സെഷനൊക്കെ ആയി. അമ്മ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇവിടെ നിന്നൊരു തിരുവാതിര കളിക്കാൻ. അപ്പം മനസ്സിൽ തോന്നിയൊരു പാട്ടിന് അപ്പം മനസ്സിലുദിച്ച് 4 സ്റ്റെപ്പും വെച്ച് 3 തവണ പ്രാക്ടീസ് ചെയ്ത് കളിച്ചൊരു കളിയാണ് കേട്ടത്. കാണുന്നുണ്ടോ? പാതിരാപ്പൂ ചൂടി വാലിട്ടോ കണ്ണെഴുതി പോനിലാമുറ്റത്തു നീ വന്നല്ലോ പൂത്തുമ്പി, ഇളനീർ കൂടങ്ങളിൽ കുളിരുണ്ടോ. പാതിരാപ്പൂ ചൂടി വാലിട്ടോ കണ്ണെഴുതി പോനിലാമുറ്റത്തു നീ വന്നല്ലോ പൂത്തുമ്പി, ഇളനീർ കൂടങ്ങളിൽ കുളിരുണ്ടോ. ഒറിജിനൽ പാട്ട് വെച്ചിട്ടാണ് കളിച്ചത്. അത് ഇതിലിട്ടാൽ കോപ്പിറൈറ്റ് വരുമല്ലോ, അത് കാരണം പാടിയിട്ടത്. പിന്നെ അന്നത്തെ ദിവസം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തൃക്കാക്കര അമ്പലത്തിൽ പോയി. അവിടെ അന്ന് 9 ആനയ്ക്ക് ഉത്സവമാണ് കേട്ടോ. പിറ്റേ ദിവസം ഉണ്ട്. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഉണ്ടാവും. രാവിലെ പോയിട്ടില്ല. തിരുവോണത്തിൻ്റെ അന്ന് വൈകിട്ടാണ് ഇവിടുത്തെ ആറാട്ട്. അപ്പോൾ ഞാൻ ഉത്സവത്തിൻ്റെ വേറെ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഉത്സവം കണ്ടു കഴിഞ്ഞ് വന്നിട്ട് അമ്മയുടെ അടുത്ത് വന്ന് പിന്നെ ഓണമൊക്കെ കൊണ്ടിട്ടാണ് വീട്ടിൽ പോയത്. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഞാനും മോളും കൂടി ഇരിങ്ങാലക്കുടയ്ക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചേട്ടൻ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കൂടൽമാണിക്യ അമ്പലത്തിൽ തൊഴാൻ പോയി. അപ്പോൾ അവിടെ വലിയ പൂക്കളിട്ടേക്കാട്ടോ, ഫ്രണ്ടിൽ തന്നെ ദശാവതാരം പൂക്കളം. മത്സ്യം മുതൽ കൽക്കി വരെയുണ്ട് 10 പൂക്കളങ്ങൾ. പിന്നെ കൂടൽമാണിക്യ സ്വാമിയുടെ പൂക്കളം. അമ്പലത്തിലെല്ലാവരും ഓണം പിക്കെടുക്കാനുള്ള തിരക്കിലാണ്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് വീട്ടിലെത്തിയപ്പോൾ പാപ്പൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അനിയന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാ കൊല്ലവും തൊഴുത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോവാറ്. ഇപ്രാവശ്യം വന്നപ്പോൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ചേച്ചി ഉണ്ടാക്കി നല്ലൊരു ഓണസദ്യ കഴിച്ചു. സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാങ്ങാട്ടുകരയ്ക്ക് പോയി. അവിടെയാണ് എൻ്റെ അമ്മയുടെ നാട്. എല്ലാ വർഷവും ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കൈക്കുട്ടിക്കളി ഉണ്ടാവാറുണ്ട്. പണ്ടേ ഉള്ളതാട്ടോ അതൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ അവിടെ കിണ്ണംകളി കണ്ടു. അതൊരു 10-35 വർഷത്തോളമായി ഇത്ര ആ ഒരു കല അവതരിപ്പിച്ച് കണ്ടിട്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളും കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം അത് കാണാൻ പറ്റി. മാങ്ങാട്ടുകര വരുമ്പോഴാണ് ഞാനൊക്കെ ഈ കുമ്മാട്ടിക്കളി, വള്ളംകളിയൊക്കെ കണ്ടിട്ടുള്ളത് ഇവിടെ.
പഴയ നാടൻ കലകളൊക്കെ കാണണമെങ്കിൽ തൃശ്ശൂർ ഭാഗത്ത് തന്നെ വരണമെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പോൾ പിന്നെ എല്ലാവരുടെയും ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാതും ഉണ്ട്. പുലിക്കളിയൊക്കെ തൃശ്ശൂർ മാത്രമല്ല എന്ന് തോന്നുന്നുണ്ട്, ഇരിങ്ങാലക്കുടയൊക്കെ ഇപ്രാവശ്യം ഉണ്ടായി. അങ്ങനെ ഇത്തവണത്തെ ഓണം എല്ലാവരും നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തെ ഓണം ഇതിലും ഗംഭീരമാക്കാം അല്ലേ. ഇത്തവണത്തെ ഓണത്തിൻ്റെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.